എസ്കേൻ ഒരു സാവധാനം നീങ്ങിക്കൊണ്ടിരുന്ന ഒരു കാറാണ് ഈ സ്ഫോടനത്തിന് കാരണമായത് എന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ ഇപ്പോൾ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു കാർ വളരെ സാവധാനം നീങ്ങുകയായിരുന്നു. അത് ഈ ട്രാഫിക് ഐലൻഡിന് മുന്നിൽ റെഡ് ലൈറ്റിന് സമീപം വന്നു നിന്നു. ആ സമയത്ത് അതിൽ വലിയ സ്ഫോടനമുണ്ടായി. അവിടെ നിർത്തിയിട്ടിരുന്ന മറ്റു വാഹനങ്ങളിലേക്ക് തീ പടർന്നു. ഇതൊരു ഭീകരാക്രമണമാണെന്നോ അല്ലെന്നോ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. രണ്ട് സാധ്യതകളും പരിശോധിച്ച് വരികയാണ്. വളരെ സമഗ്രമായ ഒരു അന്വേഷണം ഇതിനിടയിൽ ഈ വിഷയത്തിൽ ഡൽഹി പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അതിൽ NIA-യും നാഷണൽ സെക്യൂരിറ്റി ഗാർഡും ഫോറൻസിക് വിഭാഗവും അവരെ അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പുതിയ വിവരങ്ങൾ കിട്ടുന്ന ഘട്ടത്തിൽ മാധ്യമങ്ങളുമായി അത് പങ്കുവയ്ക്കാം എന്നാണ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കമ്മീഷണർ അടക്കം പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടി ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാനുള്ളത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നത ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി എന്നാണ്. അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തി എന്നറിയുന്നു. ഒരു ഭീകരാക്രമണമാണ് എന്ന രീതിയിൽ ഡൽഹി പോലീസ് സ്ഥിരീകരിച്ചതായി ചില വാർത്തകൾ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ടല്ലോ. അതിനെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചോ? എസ്കേൻ, അങ്ങനെ ഒരു സ്ഥിരീകരണമില്ല. പക്ഷേ ചില സോഴ്സസ് എന്ന മട്ടിൽ ചില വിവരങ്ങൾ വരുന്നത് ഒരു ഭീകരാക്രമണം എന്ന സൂചന നൽകുന്ന ചില വിവരങ്ങളാണ്. പക്ഷെ ഒരു സ്ഥിരീകരണവുമില്ല. അതിൽ സംശയിക്കുന്ന ഒരാളെ ഡൽഹി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നൊരു വിവരം കൂടി ഉണ്ട്. എസ്കേൻ, ആവർത്തിച്ചു പറയട്ടെ, അതിനൊരു സ്ഥിരീകരണവുമില്ല ആ വാർത്തയ്ക്ക്. ചില കേന്ദ്രങ്ങൾ അത്തരം വാർത്തകൾ സോഴ്സസ് എന്ന മട്ടിൽ നൽകുന്നുണ്ട്. അവർ പറയുന്നത് അതൊരു ഭീകരാക്രമണമാണ്, അതിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഡൽഹി പോലീസ്, അയാളെ ചോദ്യം ചെയ്തു വരുന്നു അജ്ഞാത കേന്ദ്രത്തിൽ എന്നാണ്. അതിന് ഇതുവരെ യാതൊരു സ്ഥിരീകരണവുമില്ല. ഒരുപക്ഷെ ഇത്തരം വാർത്തകളാണ്. നമ്മൾ അഭ്യൂഹങ്ങൾ പല കേന്ദ്രങ്ങൾ ഈ ഘട്ടത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാകും. നമ്മൾ ഏതായാലും അത്തരം അഭ്യൂഹങ്ങൾക്ക് ചെവി കൊടുക്കുന്നില്ല. പോലീസ് സ്ഥിരീകരിച്ച വിവരങ്ങൾ നൽകുന്ന മുറയ്ക്ക് നമ്മൾ പ്രേക്ഷകരിലേക്ക് ആ വിവരം നൽകും. നിലവിൽ അത് ഭീകരാക്രമണമാണ് എന്നോ അല്ല എന്നോ സ്ഥിരീകരിക്കാൻ ഡൽഹി പോലീസ് തയ്യാറായിട്ടില്ല. സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട്. 3 ഏജൻസികൾ ഒരേ സമയം ഈ പ്രോസസ്സിൽ പങ്കെടുക്കുന്നു എന്നാണ് കമ്മീഷണർ അറിയിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.